ശ്രീ OK ജയകൃഷ്ണൻ, മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിക്ക് പോലും മനസ്സിലായി, പക്ഷേ ബിനോയ് വിശ്വത്തിന് മനസ്സിലാകുന്നില്ല എന്ന രീതിയിലുള്ള പരിഹാസങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. CPM ഹാൻഡിലുകളിൽ നിന്ന് അത് വരില്ല, കാരണം വിദ്യാഭ്യാസ മന്ത്രിയെ കൂടി കളിയാക്കുന്ന രീതിയിലാണ് അത് വരുന്നത്. പൊതുവായിട്ട് അത്തരത്തിലുള്ള പരിഹാസങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 68-ലും 86-ലും ദേശീയ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ അത് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ലേഖനത്തിൽ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ 2020-ലെ അങ്ങനെയല്ല. അവിടെ ഹിന്ദുത്വം ഒളിച്ചു കടത്തുവാനുള്ള ശ്രമം നടന്നു. പക്ഷേ അദ്ദേഹം അതിൽ അടുത്ത പാരഗ്രാഫിൽ പറയുകയാണ്, ഇത് അതിന് സാങ്കേതിക വശങ്ങളിലേക്ക് കൂടി കടക്കുക, അതായത് വിദ്യാലയങ്ങളുടെ നവീകരണം, ഈ മൂല്യനിർണ്ണയത്തിലെ മാറ്റങ്ങൾ, അതുപോലെ വിദ്യാലയങ്ങളെ വളർത്തൽ, അതായത് അവരുടെ പൊതുവായ അന്തരീക്ഷം മെച്ചപ്പെടുത്തൽ, അക്കാഡമിക് സൗകര്യങ്ങൾ ഉയർത്തൽ, ഇതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. അത് നമുക്ക് സ്വാംശീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പോകുന്നില്ല? അതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ PM ശ്രീയുമായിട്ട് സഹകരിക്കുന്നതെന്ന്. വിദ്യാലയങ്ങളുടെ നവീകരണത്തോടോ സിലബസ് പരിഷ്കരണത്തോടോ ഏറ്റവും നൂതനമായ പെഡഗോജിയും അറിവും കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിനെയോ ഞങ്ങൾ ഒരിക്കലും എതിർക്കുന്നില്ല. ഞങ്ങൾ അതിനോടൊപ്പം സിലബസ് പരിഷ്കരണത്തെ നിങ്ങൾ എതിർക്കുന്നുണ്ട്. ആ കേരളത്തിൽ സിലബസ് പരിഷ്കരണം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. 1 മുതൽ 11 ക്ലാസ്സുകൾ വരെയുള്ള സിലബസ് പരിഷ്കരണം കേരളം പൂർത്തിയാക്കി കഴിഞ്ഞു. ദേശീയ തലത്തിലുള്ള പുസ്തകങ്ങളെക്കാൾ മികച്ച പുസ്തകങ്ങളാണ് കേരളം പരിഷ്കരിച്ചിരിക്കുന്നത് എന്ന്, ദേശീയ ശ്രദ്ധ നേടിയ പുസ്തകങ്ങളാണ് എന്ന് പൊതുവെ അഭിപ്രായവും വന്നു. നമ്മൾ ചോദിക്കുന്നത്, ഈ പറഞ്ഞ PM ശ്രീ ഇനത്തിൽ കേരളത്തിലെ ഏത് വിദ്യാലയത്തെയാണ് മെച്ചപ്പെടുത്താൻ കഴിയുക? PM ശ്രീ ഇനത്തിൽ ഇനി 1 വർഷം മാത്രം ബാക്കി നിൽക്കെ 10-15 ലക്ഷം രൂപയാണ് ഒരു വിദ്യാലയത്തിന് ലഭിക്കാൻ സാധ്യത. നമ്മുടെ വിദ്യാലയങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച്, പല ചർച്ചകളിലും ഞാൻ പറഞ്ഞതുപോലെ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഗവൺമെൻറ് വിദ്യാലയങ്ങൾ മാറിക്കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയാണ് അത് സർക്കാർ തന്നെ നേരിട്ട് MLA ഫണ്ടിലൂടെ, MP ഫണ്ടിലൂടെ, കിഫ്ബി ഫണ്ടിലൂടെ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ മെച്ചപ്പെടുത്തിയ വിദ്യാലയങ്ങളുടെ മേൽ 15 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ഇനി ഏത് മെച്ചപ്പെടുത്തലാണ് നടത്താൻ പോകുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ കേരളം മികവ് നേടിയിരിക്കുന്നു. ഈ PM ശ്രീയിലൂടെ പറഞ്ഞിരിക്കുന്ന പല കമ്പണൻസും കേരളത്തിന് ആവശ്യമില്ലാത്തതാണ്. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയും CPM ഒക്കെ പറയുന്ന പോലെ ആ 1400 കോടി രൂപ സർവശിക്ഷ അഭിയാനിൽ നിന്ന് കിട്ടാനുള്ളത് അതിങ്ങ് മേടിച്ചെടുക്കുവാൻ വേണ്ടി ഒരു അടവ് നയം ഞങ്ങൾ പ്രയോഗിച്ചു. എന്തുകൊണ്ട് അതിനൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? അവിടെ അവിശ്വാസം പ്രകടിപ്പിക്കുന്നു സംസ്ഥാന സർക്കാരിന് നേരെ. അതിലൊരു കാര്യം, 1400 കോടി SSKക്ക് ലഭിക്കേണ്ട പണം PM ശ്രീയുമായി കൂട്ടിക്കെട്ടിയതാണ് കേന്ദ്ര ഗവൺമെന്റ്. അതൊരു തന്ത്രപൂർവമായ നീക്കമായിരുന്നു, അതൊരു കെണിയായിരുന്നു. ആ കെണിയിൽ പോയി നമ്മൾ വീണിരിക്കുന്നു. അതാണ് അതിൻ്റെ അകത്തെ അല്ലെങ്കിൽ പണം കിട്ടാതിരിക്കാൻ കഴിയില്ല. തമിഴ്നാട് ഈ തരത്തിൽ തടഞ്ഞു വെച്ചപ്പോൾ നിയമപരമായി അതിൻ്റെ ഒരു ഭാഗം നേടിയെടുത്തിരിക്കുന്നു. കേരളത്തിൻ്റെ അർഹമായ വിഹിതമാണിത്. കേരളത്തിന് അർഹമായ വിഹിതമാണ് തടഞ്ഞു വെച്ചത്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് വാങ്ങിച്ചെടുക്കേണ്ട തുകയാണ്, കേരളം വിനിയോഗിക്കേണ്ട തുകയാണ്, കേരളത്തിന് നേടിയെടുക്കേണ്ട തുക തന്നെയാണ്. എന്നാൽ അതിനുവേണ്ടി തുച്ഛമായ തുക ലഭിക്കുന്ന, ഞാൻ SSKക്ക് ലഭിക്കാനുള്ള തുകയെ കമ്പയർ ചെയ്യുമ്പോൾ കേവലം തുച്ഛമായ തുക മാത്രം ബാക്കിയുള്ള PM ശ്രീ എന്ന കെണിയിൽ ചെന്ന് കേരള സർക്കാർ ചെന്ന് പെടരുതായിരുന്നു. കാരണം പലരും ഇപ്പോൾ ചോദിക്കുന്നത് മറ്റ് വകുപ്പുകളൊക്കെ ഇത് നേടിയിട്ടുണ്ടല്ലോ. കേന്ദ്ര തുക വാങ്ങുന്നതിനെയല്ല, കേരളം എന്നുള്ള ഫെഡറൽ സിസ്റ്റത്തിൽ അങ്ങനെയാണല്ലോ. അല്ലാതെ അത് കേന്ദ്രത്തിൻ്റെ മാത്രം പണമല്ലല്ലോ, സംസ്ഥാനത്തിന് കൂടി അർഹതപ്പെട്ട പണമല്ലേ, അതിൻ്റെ വിഹിതമല്ലേ. അത് നമുക്ക് വാങ്ങിയെടുക്കുക തന്നെ വേണം. PM ഉഷ എന്നൊരു പദ്ധതിയെ കാണിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പ്രചരണം നടത്തുന്ന കണ്ടു. എന്താ PM ഉഷ? റൂസ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 2013 ആരംഭിച്ച പദ്ധതിയാണ്, റൂസ പദ്ധതിയാണ്. അതിൻ്റെ പേരാണ് PM ഉഷ എന്ന് മാറ്റിയിട്ടുള്ളത്. നോക്കൂ, അവിടെ ഒരു നിബന്ധനയുമില്ല. അവിടെ പാഠ്യപദ്ധതി മാറ്റണമെന്ന് പറയുന്നില്ല. അവിടെ ഇന്ന കരിക്കുലം ഭാവിയിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കാമെന്ന് പറയുന്നില്ല. അതിൽ നിയന്ത്രണം ചോദിക്കുന്നില്ല. PM ഉഷ സ്ട്രക്ചറൽ പുതിയ ഘടനാപരമായ മാറ്റങ്ങൾ, എവിടെ 4 വർഷത്തെ കോഴ്സുകൾ നടപ്പാക്കുമ്പോൾ അതിന് വേണ്ട സ്ട്രക്ചറൽ ചേഞ്ചസ് എന്താണോ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് PM ഉഷ പദ്ധതി സർവകലാശാലകൾക്ക് അനുവദിച്ചിരിക്കുന്നത്. അവിടെ ഈ PM ശ്രീക്ക് പറഞ്ഞതുപോലെ NEP നടപ്പാക്കണം എന്ന നിബന്ധന എവിടെയുമില്ല. പലരും പറയുന്നു കാർഷിക സർവകലാശാലയിൽ NEP നടപ്പാക്കണം എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? മറ്റേതെങ്കിലും നാഷണൽ ഹൈവേ പൊതുവായ ചില നിബന്ധനകൾ ഉണ്ടാകും എന്നല്ലാതെ
നമ്മുടെ പൊതുവായ ഫെഡറൽ തത്വത്തിനും കേരളം മുമ്പോട്ട് വെക്കുന്ന നയങ്ങൾക്കും പൊതുസമൂഹത്തിന്റെ ആഗ്രഹത്തിനും പിന്നെ വിരുദ്ധമായി ഇതുവരെ നടത്തിയിരുന്ന ഒരു പ്രചാരണമുണ്ട് 2020 മുതൽ പിന്നെ 2023 PM ശ്രീ വന്നതിന് ശേഷം കൂടുതൽ ഉച്ചത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കരിക്കുലം മാറ്റേണ്ടി വരുമെന്ന് കേന്ദ്രം പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ NCERTയുടെ സിലബസ് അനുസരിച്ച് ചിലപ്പോൾ ചരിത്ര താളുകളിൽ നിന്ന് യഥാർത്ഥ ചരിത്രം വെട്ടിമാറ്റപ്പെടേണ്ടി വരും, അത് കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും. അതായത് ഹിന്ദുത്വയുടെ കടന്നുകയറ്റം അവിടെ ഉണ്ടാകുമെന്നാണല്ലോ. അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം തെറ്റാണ്, അതാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അങ്ങനെ ഒരു പ്രചാരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ അതിനെ തള്ളിപ്പറയുകയാണ്. CPM തള്ളിപ്പറയുന്ന ഒരു രീതിയിലേക്കായി മാറിയിട്ടില്ലേ? കേന്ദ്ര കരിക്കുലം നടപ്പിലാക്കണം എന്നുള്ള നിർബന്ധം ഇല്ല എന്നാണ് വി ശിവൻകുട്ടി ഇന്നത്തെ ലേഖനത്തിലും പറയുന്നത്. സംസ്ഥാനത്തിന് തീരുമാനിക്കാമെന്നാണ് വേണമെങ്കിൽ. PM ശ്രീ സ്കൂളുകളിൽ അതിന്റെ MOUയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് തന്നെ വേണമെങ്കിൽ അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന് ഇടപെടാൻ കഴിയും. ഭാഗത്തിട്ട് സ്റ്റേറ്റ് ആണെങ്കിലും നിൽക്കൂ, ഇത് തന്നെ NEP ദേശീയ വിദ്യാഭ്യാസ നയം പറയുമ്പോൾ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് അവരുടെ ലോക്കൽ ടെസ്റ്റ് ആ പാഠ്യപദ്ധതി വളർത്തിക്കൊണ്ടുവരാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അതിനനുസരിച്ചാണ് നമ്മളിവിടെ പാഠ്യപദ്ധതി കൊണ്ടുവന്നത്. ആ പാഠ്യപദ്ധതിക്കകത്ത് ദേശീയ പാഠ്യപദ്ധതി നോക്കൂ, 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി പാഠഭാഗങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവം മധ്യകാല ഇന്ത്യയെ ഒഴിവാക്കിയപ്പോൾ, ദാരിദ്ര്യം എന്ന ഒരു ടേം ഒഴിവാക്കിയപ്പോൾ, കലാപങ്ങൾ എടുത്തു കളഞ്ഞപ്പോൾ, കുട്ടികൾ മനസ്സിലാക്കേണ്ട പൊളിറ്റിക്കൽ സയൻസിൽ കുട്ടികൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എടുത്തു കളഞ്ഞപ്പോൾ അതിന് സമാന്തര പുസ്തകം ഉണ്ടാക്കിയവരാണ് നമ്മൾ. ഇനി പറയട്ടെ, ഈ കരാർ ഒപ്പിട്ട് ഇപ്പോ 2024 റാണി ജോർജ് IAS ഒപ്പിട്ട കരാർ പറഞ്ഞു ആ ഇനത്തിൽ എത്ര രൂപയാണ് കേരളത്തിന് ലഭിച്ചത്? 1 രൂപ പോലും കേരളത്തിന് ലഭിച്ചോ? അല്ല, ഞാൻ പറഞ്ഞ ഈ പാഠ്യപദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്ര കരിക്കുലം നടപ്പിലാക്കി, താങ്കൾ പറഞ്ഞതുപോലെ ഈ ചരിത്ര താളുകളിൽ നിന്ന് കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ, കേന്ദ്രം വെട്ടിമാറ്റുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചു, ഇവിടെ സംസ്ഥാനത്ത് പഠിപ്പിച്ചു. അതിന് സാധ്യമല്ല എന്നാണോ? അതാണല്ലോ ഏറ്റവും വലിയ പ്രചാരണം. ഇതുവരെ CPM അതേ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ CPM അതിൽ നിന്ന് പിന്മാറി, സർക്കാർ പിന്മാറി എന്ന് പറയാം. CPM ഗോവിന്ദമാഷ് ഇപ്പോഴും പറയുന്നത് CPM നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല, പക്ഷേ CPMന്റെ നയമല്ല, ഇടത് നയമല്ല ഇപ്പോഴത്തെ സർക്കാർ നടപ്പിലാക്കുന്നു, അങ്ങനെ വാശി പിടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദമാഷ് ഒഴിയുകയാണ്. നിങ്ങളിപ്പോഴും പറയുന്നത് കേന്ദ്ര കരിക്കുലം പഠിപ്പിക്കേണ്ടി വരും, അത് പ്രധാനമായും ചരിത്ര താളുകളിലായിരിക്കും എന്നുള്ളതാണ് അല്ലേ? നോക്കൂ, നമ്മൾ ഈ ഒപ്പുവെച്ചിരിക്കുന്നത് NEP നടപ്പാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് 1 വർഷത്തേക്ക് മാത്രമല്ലല്ലോ NEP. ഏത് കാലത്തും വരുന്ന ഗവൺമെന്റുകൾ ഇതിനകത്ത് ഈ കരിക്കുലത്തിലും കാര്യങ്ങളിലും ഒക്കെ വയലേഷൻ നടത്താൻ